ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. ഇന്ന് അമ്മ പറയാൻ പോണത് എന്താണെന്ന് വെച്ചാൽ അമ്മയുടെ ഒരു കുട്ടി ചോദിക്കുകയാണ്. മിനി പറഞ്ഞിട്ടൊരു കുട്ടിയാണ്, പേര് വെളിപ്പെടുത്താണ്ട് കുഴപ്പമില്ല, അവൾ ഇനി വിളിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വീഡിയോ ചെയ്യാലോ. അപ്പോൾ അവൾ പറയുന്നത് അവൾക്ക് ഈ ഒരു ഹെയർ ഡൈ ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അവൾക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് എന്തെങ്കിലും കറുപ്പിക്കേണ്ടത് അമ്മയെന്ന് കാണിച്ചു തരുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ പറയുന്ന വീഡിയോസ് കുറേ ഉണ്ട്. ഞാൻ ഇതുവരെ ഇൻസ്റ്റന്റ് ആയിട്ട് കറുപ്പിച്ചിട്ട് അങ്ങനെ ഞാൻ എൻ്റെ ഹെയറിൽ അങ്ങനെ അപ്ലൈ ചെയ്തിട്ട് കാണിച്ചു കൊടുത്തിട്ടില്ല. എങ്കിൽ വിശ്വസിക്കാലോ എല്ലാവർക്കും ഞാൻ എന്താ ചെയ്യണം എന്നുള്ളത്. കണ്ടോ, എൻ്റെ മുടി അത്യാവശ്യം നരച്ചിട്ടുണ്ട്. കാണല്ലേ, അവിടെ എനിക്ക് നെറുകിലൊക്കെയാണ്, പിന്നെ അതുപോലെ നെറ്റിയ മുടി കണ്ടല്ലോ. അപ്പൊ നമ്മള് കല്യാണങ്ങൾക്കൊക്കെ പോവുകയാണെങ്കിലേ നമുക്കൊരു കോൺഫിഡന്റ് കുറവല്ലേ. ചിലവര് ചോദിക്കണം, എന്നോട് ചോദിക്കും ചിലവര്, രാജുടെ മുടിയൊക്കെ നരയ്ക്കാൻ തുടങ്ങിയല്ലേ, ഇപ്പൊ എത്ര വയസ്സായി എന്ന് ചോദിക്കും. സഭയിലാണ് അത് ചോദിച്ചിട്ടുണ്ടാവുക. അവരൊക്കെ എന്തേലും കെമിക്കലൊക്കെ തേച്ച് വാരി പൂശി കറുത്ത മുടിയായിട്ട് വന്നിരിക്കുക കേട്ടോ. അപ്പൊ എനിക്ക് ആകെ ലജ്ജാവഹാവും. അതേപോലെ നിങ്ങളൊക്കെ സംഘർഷം അനുഭവിച്ചിട്ടില്ലേ? അപ്പൊ എങ്കിലും ആർക്കും പേടിക്കണ്ട. ഹെയർ ഡൈ ഉപയോഗിക്കാൻ പറ്റാത്തവർ ഒരിക്കലും പേടിക്കണ്ട. നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് മുടിക്ക് കേടേയില്ലാത്തൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മിനിറ്റിൽ നിങ്ങൾക്ക് മുടി കറുപ്പിച്ചെടുക്കാം. വേണ്ടത് എങ്ങനെ, ഇരുമ്പിന്റെ ഒരു പാൻ ഇത് അടുപ്പത്ത് വെക്കുക കേട്ടോ. ചട്ടി നിങ്ങളെ സൗകര്യത്തിന് വെച്ചോളൂ. അലുമിനിയം വെച്ചാൽ നമ്മളെ മുടിയിലേക്ക് ആകുമ്പോൾ നമുക്ക് കേടാണ് കേട്ടോ, അല്ലാതെ കരിയുള്ളൂ സംഭവം. അപ്പൊ കണ്ടോ, നമ്മളെ ഒന്നുമില്ല, ബദാമാണ് കേട്ടോ എടുക്കണത്. ഇനി ഇതിലിടുകയാണ് നമ്മൾ ബദാം. നിങ്ങൾക്ക് എത്ര അളവിൽ വേണമെങ്കിൽ മിക്സിയുടെ ജാറിൽ പൊടിച്ച് വെച്ചാൽ മതി നിങ്ങൾ കേട്ടോ. അപ്പോൾ തോനെടുക്കാമല്ലോ. അപ്പോൾ കുറച്ചാണെങ്കിലും മിക്സിയുടെ ജാറിൽ പൊടിയാൻ പ്രയാസമല്ലേ വിചാരിച്ച് കുറച്ച് തോനെ എടുത്തോളൂ. അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഇത് വറക്കണതിൻ്റെ കൂടെ നിങ്ങളോട് പറയട്ടെ. ഡെയിലി നിങ്ങൾ ഈ ചായപ്പൊടി, കട്ടൻ ചായ ഡാർക്കിൽ ഉണ്ടാക്കുക. ഒരു ഗ്ലാസ് വെള്ളം വെച്ച് നിങ്ങളൊരു ഗ്ലാസ് ആക്കുന്ന വരേക്കുള്ളത് തിളപ്പിക്കുക. 2 സ്പൂണ് തേയിലപ്പൊടി ഇട്ടിട്ട്, എന്നിട്ട് നിങ്ങൾ ഈ സ്പ്രേ ബോട്ടലിലായിട്ടേ അതിൽ ആക്കി വെക്കുക. എന്നിട്ട് നിങ്ങൾ കുളിക്കാൻ പോണതിൻ്റെ ഒരു അരമണിക്കൂർ മുന്നേ ഒരു ലേശം എണ്ണ തൊട്ട് പുരട്ടിയതിൻ്റെ ശേഷം അത് ഡെയിലി സ്പ്രേ ചെയ്ത് നോക്കൂ കേട്ടോ. മുടി ഞാൻ അങ്ങനെയാണ് പിടിച്ചു നിൽക്കണത്. അപ്പോൾ നമ്മളെ മുടി വല്ലാതെ നരച്ച് കുമ്പളങ്ങി കുത്തുന്നില്ല, ചെറിയ അവിടെ ഇവിടെ ഇടകളിലൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ അല്ലെങ്കിൽ പഞ്ഞിയിൽ മുക്കി തേച്ചാൽ മതി. നിങ്ങൾ കുളിക്കാൻ പോണതിൻ്റെ മുന്നേ ആണെങ്കിൽ. രാത്രി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നവരാണെങ്കിൽ സുഖമായി കേട്ടോ. രാത്രി അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാന്നറിയോ? രാത്രി നിങ്ങൾക്ക് അത് സ്പ്രേ ബോട്ടലിൽ നമുക്ക് കുറച്ച് ഒരേപോലെ മുടിയിലാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങനെ നനവിൽ കിടക്കാണ്ട, ഉണങ്ങ ഒരു അരമണിക്കൂർ മുന്നേ തന്നെ വേണം അതും കിടക്കാൻ പോണേൻ്റെ. എന്നിട്ട് മുടി ഉണങ്ങിയതിന് ശേഷം ചീന്തി കെട്ടി വെക്കുക കേട്ടോ. അല്ല നിങ്ങൾ രാവിലെ കുളിക്കണതിൻ്റെ മുന്നേ ആണെങ്കിൽ അത് പഞ്ഞിയിൽ മുക്കിയിട്ട് വേണം മുടിയിൽ നന്നായിട്ട്, മുടികളിൽ നന്നായിട്ട് കോട്ടിലും വേണുണ്ടോ വേണം ആക്കി. അപ്പോൾ മുടിയോട് തലമുടിയിലത്തെ എന്താ വെച്ചാൽ നമുക്ക് നല്ല മെലാനിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളെ കട്ടൻ ചായ നന്നായി സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ ഡെയിലി അങ്ങനെ ചെയ്തോളൂ. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഒന്നുമല്ല, ഇൻസ്റ്റന്റ് ആയിട്ട് എങ്ങനെ കറുപ്പിക്കാന്നുള്ളതാണ്. അത് ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇത് നമുക്ക് ഒന്ന് കറുത്ത കളറാവുന്ന വരെ വറുത്തെടുക്കട്ടെ ഞാൻ. എന്നിട്ട് ഞാൻ പൊടിച്ചിട്ട് കാണിച്ചു തരാം എന്താ ചെയ്യാന്നുള്ളത്. അപ്പൊ എനിക്ക് പറയാനുള്ളത്, ഇത് നിങ്ങൾ സ്പീഡിൽ ഇട്ടിട്ട് ഒരിക്കലും കത്തിക്കരുത് കേട്ടോ, നമ്മളെ മുടി കൊഴിഞ്ഞു പോവുള്ളൂ. അപ്പൊ നമ്മൾ സിമ്മിലിട്ട് ഇതിനൊരു കാപ്പിപ്പൊടിയുടെ കളറാട്ടോ അത് പൊടിക്കുമ്പോൾ ഇനി നല്ല ഡാർക്ക് കാപ്പിപ്പൊടിയുടെ പോലെ ആയിട്ട് ഇത്. അപ്പൊ അങ്ങനെയാകുമ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം, കാരണം ഇത് ഇരുമ്പ് ചട്ടിയാണല്ലോ. ഇനി ഇതൊരു 2-3 മിനിറ്റ് ഇതിലിരിക്കുമ്പോഴേക്ക് ഇത് നന്നായിട്ട് കറുത്ത കളറാവും കേട്ടോ. അപ്പൊ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. എന്നിട്ട് 2 മിനിറ്റ് ഇതിലിരുന്നിട്ട് ഒന്നും കൂടി ഇതിങ്ങനെ കറക്കട്ടെ. അല്ലാതെ കരി പോലെ നമ്മൾ ഇതിനെ കത്തിക്കൊന്നായിരുന്നു കേട്ടോ. അടുപ്പിലിട്ട് ചുടാൻ പാടില്ല. ഇതിങ്ങനെ എപ്പോഴും ഇരുമ്പ് ചട്ടിയിൽ ഇങ്ങനെ വറക്കാനേ പാടുള്ളൂ കേട്ടോ. ഇത് അടുപ്പിലിട്ട് ചുട്ട് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് ദോഷം ചെയ്യും. അപ്പൊ ഇങ്ങനെ തന്നെ വേണം, അത് ഇരുമ്പ് ചട്ടിയിൽ വേണം ഇതിനെ വറക്കാൻ. അലുമിനിയം ചട്ടിയിലും വറക്കരുത് കേട്ടോ. അപ്പൊ ചൂട് നിയന്ത്രിക്കില്ല അലുമിനിയം ചട്ടി. ഇരുമ്പ് ചട്ടി ആകുമ്പോൾ നമുക്ക് ചെറിയ മൂപ്പാവുമ്പോൾ അങ്ങോട്ട് വാങ്ങി വെച്ചാൽ പിന്നെ ഇതിലിരുന്ന് ഇങ്ങനെ മുറുകയാണ് ചെയ്യുന്നത്. അപ്പൊ നല്ലതാണ് മുടിക്ക്. കണ്ടോ, നമ്മളെ ബദാം പതുക്കെ നമ്മളെ ചെറിയ സ്പീഡിലിട്ടിട്ട് നമ്മൾ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഇതിലൊന്നും കൂട്ടണ്ട. കണ്ടോ, ഇത് നമുക്ക് ശരിക്കും ഒരു ഡൈയുടെ പോലെ, കൺമഷി അപ്പുറത്തേക്ക് മാറി നിൽക്കും,
അത്രയും ബ്ലാക്ക് കളറാ കണ്ടല്ലോ. അപ്പൊ ഒരിക്കലും നിങ്ങൾ ചുടണ്ട, ചുട്ടായാലത്തെ എണ്ണ നശിച്ചു പോവും. പിന്നെ അലുമിനിയം ചീഞ്ചട്ടിയിൽ പുകഞ്ഞിട്ട് എണ്ണ പോവും. അപ്പൊ ഈ ബദാമിന് തന്നെ ഉണ്ട് ഒരു ഓയിലി കണ്ടോ, ബദാം വെറുതെ വറുത്ത് പൊടിച്ചാൽ മതി. അപ്പൊ സിമ്മിലിട്ട് വറുത്ത് പൊടിച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു സ്പൂണിലേക്ക്, അമ്മിയിലാണെങ്കിൽ സ്പൂണിലേക്ക് എടുക്കുക, കല്ലിലാണ് അരക്കണമെങ്കിൽ, അല്ലെങ്കിൽ മിക്സിയിലാണെങ്കിൽ കുറച്ച് കൂടുതൽ നിങ്ങൾ അളവ് എടുക്കണം കേട്ടോ. എങ്കിൽ മിക്സിയിലാക്കിയിട്ട് നിങ്ങൾ കണ്ടോ ഇങ്ങനെ ഒരു ബോട്ടിലിൽ നിങ്ങൾക്ക് ഒഴിച്ചു വെക്കാം. അത് നമ്മൾ അലോവേരയുടെ ബോട്ടിലാണ്. ഇനിയല്ല നിങ്ങൾക്കിത് ഇത്ര പോരാ, കുറച്ചും കൂടി കുറച്ചും കൂടി ഒന്ന് വെള്ളം പോലെ വേണം, ഇതിങ്ങനെ പോരാന്നുള്ളവർക്ക് അലോവേരയാണ് കേട്ടോ കൂട്ടാൻ നല്ലത് ഇതിലേക്ക്. പക്ഷെ സത്യത്തിൽ ഇതിൽ ഒന്നും കൂട്ടണ്ട കണ്ടോ. ഇങ്ങനെ നമ്മൾ എൻ്റെ കയ്യിൽ ഇപ്പൊ തോണ്ടിയതായതാട്ടോ. ഇത് ഞാൻ കണ്ടോ ഇങ്ങനെ ഒരു ബ്രഷിലേക്ക് നമുക്ക് വേണ്ടത്ര ഇങ്ങനെ തേക്കുക കണ്ടോ. ബ്രഷിന്റെ തലപ്പത്ത് നമുക്ക് വേണ്ടത് കണ്ടോ, ഞാൻ കണ്ടതൊക്കെ ഇതിലേക്ക് തേക്കുകയാണ്. ഇനി നമ്മളെ മുടി എവിടെയാണോ, നമ്മളെല്ലാം മേക്കപ്പും കഴിഞ്ഞതിന് ശേഷം മുടി പിന്നീട് ഒന്ന് ചീന്തി വെക്കുക വേണ്ടു കണ്ടോ. ഇതിലാക്കി ഞാൻ ഇപ്പൊ കണ്ടോ, ഇങ്ങനെ കണ്ണാടി നോക്കിയിട്ട് കണ്ടോ, എൻ്റെ ഈ ഫ്രണ്ടിലെ കുറച്ച് മുടി കണ്ടോ, ഇവിടെയാണ്, ഇവിടെ ഞാൻ ഇങ്ങനെ തേക്കുക കണ്ടോ. എവിടേക്ക് നമുക്ക് നരപ്പുള്ള വെച്ചാൽ അവിടെ ഇങ്ങനെ തേക്കുക കണ്ടല്ലോ, നെറ്റിയിലേക്ക് ആവാതെ കണ്ടോ. കണ്ണാടി നോക്കിയിട്ടാണേ കണ്ടോ. പിന്നെ നമ്മൾ ഒന്നും പോളിഷ് ചെയ്യുക കണ്ടല്ലോ, ഒരു ഇതുമില്ല കുട്ടികളെ, നമ്മളെ കയ്യിലേക്ക് ഒട്ടി വരുന്ന ഒന്നുമില്ല. ഇത് വെള്ളം തട്ടിയ പോണൊന്നുമില്ല, കയ്യിലേക്ക് ഒട്ടും ഒന്നുമില്ല. അപ്പൊ ഇനി ആരൊക്കെ സംശയമുള്ളവർക്കാണ് ഇത് കേട്ടോ. ഇനി ആരും സംശയിക്കേണ്ട, എവിടേക്കെങ്കിലും പോണവരെ. ഇനി നിങ്ങൾക്ക് ഞാനൊരു രസം കാണിച്ചു തരാം. ഇത് നമ്മൾ കയ്യിൽ തേച്ചു കേട്ടോ. ഇനി കണ്ടോട്ടോ, കയ്യിലായി, അത് വെള്ളത്തിലായാലും ഒന്നും ആവില്ല കണ്ടോ. ഇതിപ്പോ നമ്മളിങ്ങനെ കയ്യിൽ ആക്കി കണ്ടോ, ഇത് വെള്ളത്തിലൊന്നും പോണില്ല കണ്ടോ. ഇതിൽ വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ, ഇവിടെ ഫോണ് റിമോട്ടൊക്കെ ഉണ്ട് കണ്ടോ, ഒന്നും ആവില്ല കണ്ടോ. ഇതിങ്ങനെ ഇതിലേക്ക് ഒട്ടുകയാണ് കണ്ടോ. അതേപോലെ തന്നെ നമ്മളെ മുടിയിൽ ഒന്നും ആവില്ല കണ്ടോ. രണ്ട് വിരലിലും ആക്കി ഇത് കണ്ടോട്ടോ കണ്ടോ, ഒന്നും ആവണില്ല കണ്ടോ. വെള്ളത്തിലേക്ക് ഒന്നും ആവില്ല, നമ്മൾ എത്ര കഴുകി കളഞ്ഞാലും പോവില്ല കണ്ടോ. കണ്ടോ. അപ്പൊ നമ്മളെ മുടിയിൽ ഇത് നന്നായിട്ട് നിലനിൽക്കും കേട്ടോ. അത് ഒരു എല്ലാവരും ചെയ്തു നോക്കണം. ഇതൊരു നുണ പറയുന്നതല്ല. ആൾക്കാർ പറയുമോ അതൊക്കെ വെറുതെ പറയാണ്. അപ്പൊ നമുക്ക് ജീവിതകാലം മുഴുവനും നമുക്ക് നരച്ചു നടക്കണ്ട. നമുക്ക് എവിടേക്കേലും പോകുന്ന ദിവസം കുളി കഴിഞ്ഞിട്ട് പേടിക്കണ്ടല്ലോ, മുടി കൊഴിഞ്ഞു പോവൊന്നുമില്ല. നമ്മളെ ബദാമല്ലേ, മുടിക്ക് നല്ലതാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതിങ്ങനെ ഡെയിലി കുളി കഴിഞ്ഞിട്ട് ചെയ്ത് നോക്കിക്കോളൂ. കുറച്ച് ദിവസം നമ്മൾ ഡെയിലി തേച്ച് കഴിഞ്ഞാൽ നമ്മളെ മുടി സ്വാഭാവികമായിട്ടും കറുത്ത് വരും. കാരണം നമ്മൾ എന്തെങ്കിലും നിങ്ങൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഡെയിലി കുരിക്കനുമ്പിലൊക്കെ ഹൈബ്രോ തേച്ച് കഴിഞ്ഞാൽ അവരിലേക്ക് ഹൈബ്രോ മുടി പുരികൻ നന്നായി കറുത്ത് കട്ട പിടിച്ച് നിങ്ങൾ വരുന്ന കണ്ടിട്ടില്ലേ. അതേപോലെ തന്നെയാണ് നമ്മളെ മുടി. കുറച്ചു കാലം നിങ്ങൾ ഇതിങ്ങനെ മുടിയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ നരപ്പ് പോയിട്ട് കറുത്ത് വരും. ആദ്യമൊക്കെ ഒരു ബ്രൗൺ ആവും, ആദ്യം നമ്മൾ കഴുകി കളഞ്ഞു പോകും, പിന്നെ നമുക്ക് ബ്ലാക്ക് തന്നെ ആയിട്ട് വരും. അപ്പോൾ ആരും ഇനി തേച്ച് ബുദ്ധിമുട്ടണ്ട കേട്ടോ. നമുക്ക് അലർജിയും ചൊറിച്ചിലും ഒക്കെ വരുന്നവരെ പല അസുഖങ്ങളും, കിഡ്നി പ്രോബ്ലം അടക്കം വരുന്നുണ്ട് അത്ര ഇപ്പൊ ഈ കെമിക്കൽ ഡൈ ഉപയോഗിച്ചാൽ. ആരും ഇനി അത് തേക്കണ്ട കേട്ടോ. പിന്നെ നീലാമരി പറഞ്ഞു കഴിഞ്ഞാൽ ചിലവർക്ക് മുടിയിലേക്ക് പറ്റുന്നില്ല. നമ്മളിപ്പോ സുഖമാണ്, ചെടികളല്ലേ, മൈലാഞ്ചി, നീലാമരി, നെല്ലിക്കി എന്നൊക്കെ പറഞ്ഞ് തേക്കും കേട്ടോ. നെല്ലിക്കയും മൈലാഞ്ചിയും കുറച്ച് തണുപ്പാവുകൊണ്ട് ചിലവർക്ക് അത് പറ്റുന്നില്ല. നീലമരി ചിലവർക്ക് പറ്റുന്നില്ല, കെമിക്കൽ ഡൈ ചിലവർക്ക് പറ്റുന്നില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു സൂപ്പർ ഐഡിയ കേട്ടോ. ഞാൻ ഇപ്പൊ ഇതാണ് ചെയ്യാറ്. എന്നോട് ആ കുട്ടി മിനി ചോദിച്ചപ്പോ ഞാൻ കുട്ടി പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ. അവൾക്ക് കാട്ടി കൊടുക്കണം എന്ന് എനിക്ക് കുറെ ദിവസമായിട്ട് ആഗ്രഹം. തോനെ മുടിയുണ്ട് അത്രേ, 40 കഴിഞ്ഞപ്പോഴേക്ക് നര വന്നിട്ടാണ് ആ കുട്ടിക്ക്. അപ്പോൾ വിഷമത ഉണ്ടായിരിക്കും അവർക്ക്. അവർക്ക് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു വിഷമത ഉണ്ടാവും. കാണുമ്പോൾ പ്രായം തോന്നില്ല, മുടി നമ്മളെ വിളിച്ചറിയിക്കും നമ്മളെക്കാളധികം പ്രായം. അപ്പൊ അങ്ങനെയുള്ളവരൊന്നും ആരും വിഷമിക്കേണ്ട കേട്ടോ. ഇനി പിന്നെ ഞാൻ പറഞ്ഞില്ലേ കട്ടൻ ചായ, അത് നിങ്ങൾ വൈകുന്നേരങ്ങളിൽ സാധിക്കണവർ കുറച്ച് ഉറങ്ങണേന്റെ ഒരു അരമണിക്കൂർ മുന്നേ ചെറുതായിട്ട് സ്പ്രേ അടിച്ചിട്ടേ നിങ്ങളിങ്ങനെ മുടിയിലാക്കി വെക്കുക ഡെയിലി. ഇപ്പൊ ഇത് തേക്കാൻ പറ്റാത്തവരെ, ബദാം കിട്ടാത്തവരെ. പക്ഷെ ഇപ്പൊ സൂപ്പർ മാർക്കറ്റിലും എല്ലായിടത്തും ബദാം കിട്ടുന്നുണ്ട്, നല്ല വില കേട്ടോ. 300 ഗ്രാം വാങ്ങുമ്പോഴേക്കും നമുക്ക് 300 രൂപ വരുന്നുണ്ട്. മനസ്സിലായില്ലേ, വില ഉണ്ട്. പക്ഷെ ഉപകാരമാണ്. ഇനിയിപ്പോ ഇത് കളയണ്ട കണ്ടോ. ഇങ്ങനത്തെ ബോട്ടിലിൽ ഞാൻ ആക്കി വെക്കും. ഞാൻ ഇങ്ങനെ ബോട്ടിലിൽ ആക്കി വെച്ചിട്ടുണ്ട്. വേറൊരു ബോട്ടിലിൽ ഞാൻ മിക്സിയിൽ പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു 10-25 ഞാൻ പൊടിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങളാരും വിശ്വസിക്കില്ലല്ലോ. കറുത്തൊരു പൊടി കാണിച്ചൊന്നും എന്താണാവോ, അത് എന്തോ കെമിക്കലാണെന്ന് പറയും. പക്ഷെ അത് വിചാരിച്ചിട്ടാട്ടോ ഞാനിപ്പോ കേവലം 5 പൊടിച്ചിട്ട് കണ്ടോ. നമുക്കിത് എത്ര ദിവസം തേക്കാൻ നോക്കൂ. അത്രയും നരമുള്ളവർക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ തോന വേണ്ടി വരും. അല്ലാത്തവർക്ക് നോക്കൂ, ഇതിങ്ങനെ തൊട്ട് പുരട്ടാൻ എത്ര ദിവസം തേക്കാമെന്ന്. അപ്പൊ നിങ്ങളിത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് ഇതൊക്കെ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എന്താ പറയേണ്ടത്, ഉപകാരപ്പെട്ടെങ്കിൽ എല്ലാവർക്കും ഇത് ഷെയർ ചെയ്ത് എത്തിക്കണം. ചിലവർക്കൊന്നും ഇത് അറിയണില്ല എപ്പോഴും കേട്ടോ. അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയണത്. അല്ലാതെ ഇപ്പൊ ഏതെങ്കിലും ഒരു ചാനലിൽ നിന്ന് കാണാതെ എടുത്തതോ ഒന്നുമല്ല. ഞാനിത് ഒരുപാട് ദിവസമായിട്ട് ഞാനിങ്ങനെ പൊടിച്ച് ഉപയോഗിക്കുന്ന ആളാണ്. കാരണം എനിക്ക് ഡൈയോളൊന്നും പറ്റണില്ല.
ഞാൻ ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഒന്ന് നിങ്ങൾക്കൊക്കെ തേച്ച് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഡേ തേച്ച് കാണിക്കുകയാണ്. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഒരുപാട് നരച്ചിട്ടില്ല, അപ്പം ഞാൻ അവിടെയും ഇവിടെ ഓരോന്ന് നര അടങ്ങിയിട്ടുള്ളൂ. അപ്പം ഞാൻ ഇതിങ്ങനെ തേച്ചിട്ടാണ് മെയിൻറ്റെയിൻസ് ചെയ്ത് പോകണം. അപ്പോൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ പുറത്തേക്ക് പോകുമ്പോൾ വീഡിയോ എടുക്കണ ദിവസം അപ്പൊക്കെ ഞാൻ ഈ ബ്രഷിൽ ഇത്തിരി ഇത് തേക്കും, എന്നിട്ട് എൻ്റെ മുടിയിൽ സുഖമായിട്ട് വെച്ച് തേക്കും. അങ്ങനെയാണ് പതിവ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പം എന്താ, അപ്പോൾ കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്തോളൂ. അപ്പോൾ ഓളെന്നൊരു ഓപ്ഷൻ വരും, അതും കൂടി എനേബിൾ ചെയ്ത് അമ്മ അങ്ങനത്തെ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.